സജീവൻ, ഇരുഭാഗത്തു നിന്നും അവരുടെ രാഷ്ട്രീയ അവകാശവാദങ്ങളും രാഷ്ട്രീയ നിരീക്ഷണങ്ങളും ഒക്കെ നടക്കുന്നത് താങ്കൾ കേട്ടിരിക്കുകയായിരുന്നു, ശ്രദ്ധയോടെ കേൾക്കുകയാണല്ലോ. ഇതിൽ ഞാൻ ഈ കേരള കോൺഗ്രസ് ഫാക്ടർ മാത്രം എടുത്താൽ യു ഡി എഫിന്, വിശേഷിച്ച് പ്രതിപക്ഷ നേതാവിന്, അതിൻ്റെ ഒരു പ്രതീകം അതാണല്ലോ, പ്രതിപക്ഷ നേതാവിന് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവരുടെ കൂടെയുള്ള പി ജെ ജോസഫ് ഗ്രൂപ്പിൽ കാര്യമായ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതൊരു സത്യമാണോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേരള കോൺഗ്രസ് എം വരട്ടെ, ഇനി നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞു വന്നില്ല എങ്കിൽ അതിനെ പിളർത്തിയാണെങ്കിലും, കേരള കോൺഗ്രസിനെ പിളർത്തിയാണെങ്കിലും ഒപ്പം കൂട്ടാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണോ? അത് ആ പാർട്ടി തിരിച്ചറിയുന്നുണ്ടോ? പി ജെ ജോസഫിൻ്റെ പാർട്ടി ഇപ്പോഴും യു ഡി എഫിൻ്റെ ഭാഗമാണ്. അവർക്ക് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് എത്രമാത്രം മാസ് ബേസ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്കറിയാവുന്ന പോലെ കേരള കോൺഗ്രസ് എമ്മിന്, അതായത് ജോസ് കെ മാണിയുടെ പാർട്ടിക്കുള്ള പോലെയുള്ള മാസ് ബേസ് പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് എത്രമാത്രം പിന്തുണയുണ്ടാകും, എത്രമാത്രം എം എൽ എമാരുടെ പിന്തുണയുണ്ടാകും എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. മാസ് ബേസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് അതിൽ കേരള കോൺഗ്രസ് മൊത്തം ഉണ്ടാകുന്ന പാർട്ടികൾ കിട്ടാവുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയുണ്ട്. അത് ജോസ് കെ മാണിയോടുള്ള പ്രത്യേകതയാണോ അല്ലെങ്കിൽ സാക്ഷാൽ കെ എം മാണിയോടുള്ള താല്പര്യമാണോ ഉള്ള കാര്യം വേറെ കാര്യമാണ്. എന്തായാലും അത് അവിടെ നിൽക്കുന്നുണ്ട്. പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് അത്രമാത്രം ഗുണം കിട്ടാൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് അവർ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നാലും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിന്നാലും വലിയ ഒരു ചലനമുണ്ടാക്കാൻ പറ്റുന്ന പാർട്ടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പി ജെ ജോസഫിന് കിട്ടാവുന്ന കുറച്ച് വോട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി കിട്ടാവുന്ന കുറച്ച് വോട്ടുകളിലൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് എത്രമാത്രം നിയമസഭാ സീറ്റുകളിൽ ബാധിക്കും എന്നുള്ളതാണ്. അത് അത്രമാത്രം ഒന്നും പറ്റില്ല എന്നുള്ള കാര്യം പി ജെ ജോസഫിനും അറിയാം, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഘടകമേ അല്ല. കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പിന്തുണ, ആ പിന്തുണയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി.